നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ 13 റൗണ്ടുകൾ അവസാനിച്ചിരിക്കുകയാണ്. 13ാം റൗണ്ടിൽ ഗുകേഷ് വൈറ്റ് സൈഡും ഡിംഗ്ലറൻ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. ഈ ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഗുകേഷ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ഡിംഗ്ലറൻ E5 മൂവ് ചെയ്യുന്നു. ഫ്രഞ്ച് ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് നോർമൽ വേരിയേഷൻ സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ എക്സ്ചേഞ്ച് വേരിയേഷനിലേക്ക് പോകുന്നില്ല. നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണന്റ് സപ്പോർട്ട് എടുക്കുന്നു. ബ്ലാക്കും നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണന്റിനെ ഒരറ്റ കൂടെ കൊണ്ടുവരുന്നു. ഇത് ക്ലാസിക്കൽ വേരിയേഷൻ ആണ്. ഇവിടെ ഇപ്പോൾ വൈറ്റിന് ബിഷപ്പ് വെച്ച് ആ നൈറ്റിനെ പിൻ ചെയ്യാനോ അല്ലെങ്കിൽ പോണ വെച്ച് പോണോട്ടാനോ അവസരമുണ്ട്. എന്നാൽ വൈറ്റ് ഇത് രണ്ടും ചെയ്യുന്നില്ല. പകരം E5 ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇത് സ്റ്റെയിനിസ് വേരിയേഷൻ ആണ്. ബ്ലാക്ക് നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. നൈറ്റിനെ D7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് E5 പോണതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ C5 ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ പോണന്റ് ഒഴിവാക്കാനും ഇങ്ങനൊരു അറ്റാക്ക് കൊടുക്കാനാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. വൈറ്റിനൂടെ പല രീതിയിൽ മുന്നോട്ട് പോകാം. ഒന്നുകിൽ നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ രണ്ട് പോണുകൾക്കും സപ്പോർട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഈ പോണിന് സപ്പോർട്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ F4 മൂവ് ചെയ്തുകൊണ്ട് E5 പോണിന് സപ്പോർട്ട് കൊടുക്കാം. ഗുകേഷ് ഇവിടെ മറ്റൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നൈറ്റിനെ E2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് D4 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം E3 സ്ക്വയറും ഫ്രീ ആക്കുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. വൈറ്റ് C3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ആ സ്ക്വയറിലേക്ക് ഒരറ്റ കൂടെ കൊണ്ടുവരികയാണ്. നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് രണ്ട് പോണുകൾക്കെതിരെയും ഒരറ്റ കൂടെ കൊണ്ടുവരുന്നു. ഇപ്പോഴും വൈറ്റ് പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ബ്ലാക്കിന് ആ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോണിനെ തിരിച്ചുവിട്ടെടുക്കാം. അല്ലാതെ ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടുമ്പോൾ വൈറ്റ് നൈറ്റ് പോയി തിരിച്ചുവിട്ടുകയാണെങ്കിൽ E5 പോണിന് സപ്പോർട്ട് ഇല്ലാതാവും. ആ പോണിനെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് പോൺ വെച്ചിനെ തിരിച്ചുവിട്ടേണ്ടി വരും. അതോടെ ഈ ഡയഗണൽ ഓപ്പൺ ആകാനും ഒരു ചെക്കോട് കൂടി ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാനും ബ്ലാക്കിന് അവസരം കിട്ടും. അതുകൊണ്ട് ഗുകേഷ് ആദ്യം A3 മൂവ് ചെയ്തുകൊണ്ട് B4 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരുന്നു. ഇത്രയും മൂവുകൾ വളരെ വേഗത്തിലാണ് നടന്നിരിക്കുന്നത്. ഗുകേഷ് ഇപ്പോൾ 1 മിനിറ്റിൽ താഴെ എടുത്തിട്ടുള്ളൂ. അതുപോലെ ഡിംഗ്ലറനും 2 മിനിറ്റിൽ താഴെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ ഡിംഗ്ലറൻ 17 മിനിറ്റോളം ആലോചിച്ച ശേഷമാണ് അടുത്ത മൂവ് ചെയ്യുന്നത്. ബിഷപ്പിനെ E7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് D4 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളോടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് വേഗം ആ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ E6ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ C4ലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാണ് ലക്ഷ്യം. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ B3 ചെയ്തുകൊണ്ട് ആ നൈറ്റ് C4ലേക്ക് വരുന്നത് തടയാം. എന്നാൽ ഗുകേഷ് ഇവിടെ ആ നൈറ്റിനെ തടയുന്നതോടൊപ്പം ബിഷപ്പിനെ കൂടെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ F4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. ആദ്യം പോൺ വെച്ച് പോൺ ഒട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. അതിനുശേഷം നൈറ്റിനെ C4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഗുകേഷ് ഡെവലപ്പ് ആവാത്ത ബിഷപ്പുമായിട്ട് ആ നൈറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കിനെ ഇപ്പോൾ വേണമെങ്കിൽ കാസലിംഗ് ചെയ്യാം. എന്നാൽ കാസലിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് C4 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് B5 മൂവ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും കിങ്സ് എല്ലിലേക്ക് കാസലിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോഴും ഈ B5 പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. വൈറ്റ് നൈറ്റിനെ C3ലേക്ക് കൊണ്ടുവന്ന് ആ പോണിന് അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ B8ലേക്ക് കൊണ്ടുവന്ന് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വേഗത്തിൽ ബ്ലാക്കിന്റെ കിങ്സ് എല്ലിലേക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് G7 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇനി ക്വീൻ കൂടെ G4ലേക്ക് വരുമ്പോൾ ഈ അറ്റാക്ക് വളരെ സ്ട്രോങ് ആവും. ബ്ലാക്ക് ഇപ്പോൾ G6 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും വൈറ്റിനെ ക്വീനെ G4ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ പിൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഡിംഗ്ലറൻ ആദ്യം ഈ G4 സ്ക്വയർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ആ പോണിനെ വേഗം തന്നെ ഇടുന്ന ഒഴിവാക്കുകയാണ്. N% ആ പോണിനെ വിട്ടെടുക്കുന്നു. ഇതിൻ്റെ നിയമം അറിയാത്തവർക്കായിട്ട് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ കഴിയും. ഇപ്പോൾ ഈ പോണിന് നൈറ്റിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് ഒട്ടുന്നില്ല. ബിഷപ്പ് വെച്ച് പോൺ എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ C6 നൈറ്റിന് യാതൊരു സപ്പോർട്ടും ഇല്ല. വൈറ്റ് ആ നൈറ്റിനെ ടാർഗറ്റ് ചെയ്യാണ്. ക്വീനെ F3ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഡിംഗ്ലറൻ ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ഒരു അറ്റാക്കിനും കൂടെ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ E8ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ ആ നൈറ്റിനൊരു സപ്പോർട്ടും ആയിട്ടുണ്ട്. അതിനോടൊപ്പം വൈറ്റിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട്. ഇനി ഈ ബിഷപ്പിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവർ അറ്റാക്കിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിനെ ഒട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു.
ബ്ലാക്ക് ക്വീനെ G6 കൊണ്ടുവരുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീനെ ഈ G2 സ്ക്വയറിലേക്ക് നല്ലൊരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ പലതരം അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ ഈ പോൺ പുഷ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു അറ്റാക്ക് വരാം. വൈറ്റ് ഇവിടെ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് പോണിട്ട് എടുത്തുകൊണ്ട് ആ നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ചെക്ക് വരാനും സാധ്യതയുണ്ട്. ഈ പോൺ പിന്നിങ്ങിലായ കാരണം പോണെ വെച്ച് നൈറ്റ് നോട്ടാൻ പറ്റില്ല. ആ നൈറ്റിന് റൂക്കിൻ്റെ സപ്പോർട്ടും കിട്ടും. അല്ലാതെ ബിഷപ്പ് B7 ഒന്നും ഇങ്ങനെ ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഗുകേഷ് ഒരു മൂവിൽ പരിഹരിക്കുകയാണ്. അതിനായിട്ട് F3 മൂവ് ചെയ്യുന്നു. ഇതോടെ ഈ ഡയഗണൽ ക്ലോസ് ആയിട്ടുണ്ട്. G2 പോണിന് ക്വീൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ പോൺ എക്സ്ചേഞ്ചിന് ശേഷം നൈറ്റ് വെച്ച് പോണെതിരെ അറ്റാക്ക് വന്നാലും പ്രശ്നമില്ല. ആ സ്കോറിലേക്ക് ഇപ്പോൾ റൂക്കിൻ്റെ സപ്പോർട്ട് കൂടെ ഉണ്ട്. അതുകൊണ്ട് ഡിംഗ്ലറൻ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഒരു അറ്റാക്കിന് ശ്രമിക്കുന്നില്ല. റൂക്കിനെ F8 മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ D1 കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് ഈ നൈറ്റിനെ കുറച്ചുകൂടെ ആക്റ്റീവ് സ്കോറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ E7 മൂവ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിന് E5 കൊണ്ടുവരുന്ന കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗുകേഷ് ഇവിടെ വളരെ മികച്ചൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ F4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതൊരു ബിഷപ്പ് സാക്രിഫൈസൂടെയാണ്. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീനെ E5 കൊണ്ടുവന്ന് ഈ രണ്ട് റൂക്കുകളെയും ഫോർക്ക് ചെയ്യുക എന്നതാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഡിംഗ്ലറിന് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയാണ്. റൂക്കിനെ B6 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ റൂക്കിനെ D6 കൺട്രോൾ ഉള്ളതുകൊണ്ട് ബിഷപ്പിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ബിഷപ്പിനെ C7 കൊണ്ടുവന്ന് റൂക്കിന് ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ B7 കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ റൂക്കിനെ B7 മൂവ് ചെയ്യുന്നതിന് പകരം C6 മൂവ് ചെയ്തുകൊണ്ടാണ് ആ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ വൈറ്റിനെ നൈറ്റ് വെച്ച് B5 പോയിട്ടുണ്ട് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിഷപ്പിന് സപ്പോർട്ടുമാണ്. അതുപോലെ D6 സ്ക്വയറിലേക്ക് ഒരു കൺട്രോളും കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്താലും വൈറ്റിനെ ബിഷപ്പിനെ D6 കൊണ്ടുവന്ന് നൈറ്റിനെ പിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് നടന്നാലും വൈറ്റിന് ഒരു പോൺ ലാഭം കിട്ടാം. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് B7 കൊണ്ടുവന്ന് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തത്. ഇപ്പോൾ ഈ D6 സ്ക്വയർ ഫ്രീ ആയിട്ടുണ്ട്. വൈറ്റ് ബിഷപ്പിനെ D6 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ E8 മൂവ് ചെയ്തുകൊണ്ട് ആ പിന്നിൽ നിന്നും ഒഴിവാകുന്നു. ഇനി ആ നൈറ്റ് വെച്ച് തന്നെ ബിഷപ്പിനെതിരെ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. ഗുകേഷ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് തിരിച്ചൊട്ടുന്നു. അതിനുശേഷം ക്വീനെ E5 കൊണ്ടുവന്ന് B5 പോണിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് A6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് വീണ്ടും ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ വൈറ്റ് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. D5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണിനൊട്ടുന്നു. വൈറ്റ് ക്വീൻ വെച്ച് തിരിച്ചൊട്ടുന്നു. ഇപ്പോൾ ചെക്കാണ്. ബ്ലാക്ക് ക്വീൻ വെച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ C5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കുന്നു. ആ ബിഷപ്പിന് ഇപ്പോൾ ക്വീൻ്റെ സപ്പോർട്ടുണ്ട്. അടുത്ത മൂവിൽ റൂക്ക് വെച്ച് ക്വീനെതിരെ അറ്റാക്ക് വരുമ്പോൾ ക്വീന് ആ ബിഷപ്പിനുള്ള സപ്പോർട്ട് ഒഴിവായിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോർക്കിംഗ് ചെക്കിനുള്ള സാധ്യത ഉണ്ടെങ്കിലും അങ്ങനെ ഇപ്പോൾ ഫോർക്കിംഗ് ചെക്കിലേക്കും പോകാൻ പറ്റില്ല. അങ്ങനെ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ വൈറ്റിന് ഇവിടെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവാം. അതിനുശേഷം റൂക്ക് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കിംഗ് ചെക്ക് കൊടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് റൂക്കിനെ E8 കൊണ്ടുവരുന്നു. ഇവിടെ ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഗുകേഷിന് 20 മിനിറ്റും ഡിംഗ്ലറിന് 9 മിനിറ്റിൽ താഴെ സമയമുള്ളൂ. ഇവിടെ ഗുകേഷ് ഗെയിമിലെ പ്രധാനപ്പെട്ട ഒരു ഓഫർ എടുക്കുകയാണ്. റൂക്കിനെ E1 കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ ഈ 2 റൂക്കുകൾക്ക് പകരമായിട്ട് ക്വീനെ എക്സ്ചേഞ്ച് ചെയ്യാം. സാധാരണഗതിയിൽ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്കായിരിക്കും പോകുന്നത്. ആദ്യം ക്വീനെ വെച്ച് റൂക്കിനെ ഇട്ടാം. റൂക്ക് വെച്ച് തിരിച്ചിട്ടുമ്പോൾ ഒരു ചെക്കോട് കൂടി ആ റൂക്കിനെ തിരിച്ചിട്ടെടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിനെ F2 മാറേണ്ടി വരും. ഇപ്പോൾ റൂക്കിനെതിരെയും ബിഷപ്പിനെതിരെയും അറ്റാക്ക് ആണെങ്കിലും പ്രശ്നമില്ല. റൂക്കിനെ തിരിച്ച് E8 തന്നെ കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ ഇവിടെ ഇപ്പോൾ ആ ടൈം പ്രഷർ ഉള്ളതുണ്ടാവും. ഡിംഗ്ലറൻ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ആ റൂക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്വീനെ F7 മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിരുന്നെങ്കിൽ ഗുകേഷിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കിന് സാധ്യത ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും ക്വീനെ വെച്ച് തിരിച്ചിട്ടേണ്ടി വരും. ഈ സമയത്ത് നൈറ്റിനെ E4 കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഫോർക്കിന് ശ്രമിക്കാം. ഇപ്പോൾ ക്വീനെ എങ്ങോട്ടേക്കിനെ മാറ്റിയാലും നൈറ്റ് വെച്ച് റൂക്കിനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യാം. ഇപ്പോൾ റൂക്ക് വെച്ച് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാലും ക്വീനെ D5 കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും കിങ്ങിന് H8 മൂവ് ചെയ്യാൻ പറ്റില്ല.
F8ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു അറ്റാക്കിനോ അല്ലെങ്കിൽ D1ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു അറ്റാക്കിനോ അവസരം ഉണ്ടായിരുന്നു. ഇവിടെ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ കിങ് H8ലേക്കാണ് മൂവ് ചെയ്താൽ എന്താണ് പ്രശ്നം നോക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യം നൈറ്റ് F7ലേക്ക് ഒന്ന് ഇങ്ങനൊരു ചെക്ക് വരും. നൈറ്റിന് ക്വീൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്വീൻ വെച്ച് തൊട്ടാൻ പറ്റില്ല. G8ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഡബിൾ ചെക്ക് വരും. ഇപ്പോൾ തിരിച്ച് H8ലേക്ക് തന്നെ പോകുകയാണെങ്കിൽ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക് മേറ്റ് ആണ്. അല്ലാതെ F8ലേക്ക് മാറുകയാണെങ്കിൽ ക്വീനെ G8ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ചെക്ക് കൊടുത്തുകൊണ്ട് കിങ്ങിനെ E5ലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം റൂക്കിനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാനും വൈറ്റിന് ഈ ഗെയിം വിജയിക്കാനും കഴിയും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. എന്നാൽ ഗുഗേഷ് ഇവിടെ മറ്റൊരു രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. ആദ്യം തന്നെ നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കുന്നു. ഇപ്പോൾ ചെക്കല്ല, എന്നാലും ഈ അറ്റാക്ക് വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ഈ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു നല്ല മൂവേ ഉള്ളൂ. ഇത്രയും ടൈം പ്രഷർ ഉള്ളപ്പോഴും ഡെങ്ലറൻ കൃത്യമായി ആ മൂവ് കണ്ടെത്തുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഡെങ്ലറൻ എങ്ങനെയാവും ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ഈ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതായത് ഇപ്പോൾ റൂക്കിനെ C7ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീൻ അറ്റാക്ക് ആണെങ്കിൽ വൈറ്റിന് ആ ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല. പകരം നൈറ്റിനെ F6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്താൽ മതി. ഇതൊരു ഫോർക്കിൻ ചെക്കാണ്. ആ റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഒന്നുകിൽ പോൺ വെച്ച് ഇട്ടെടുക്കാം, അല്ലെങ്കിൽ ക്വീൻ വെച്ച് ഇട്ടെടുക്കാം. പോൺ വെച്ച് ഇട്ടെടുക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് റൂക്കിനെ ഒട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് വരും. അപ്പോൾ എന്തായാലും ക്വീൻ വെച്ച് ഒട്ടേണ്ടി വരും. ഈ സമയത്ത് ക്വീൻ വെച്ച് റൂക്കിനെ ഇട്ടെടുക്കാം. അല്ലാതെ നൈറ്റ് വെച്ച് ചെക്ക് വരുമ്പോൾ ക്വീൻ വെച്ച് ഒട്ടിയാലും ആദ്യം റൂക്ക് വെച്ച് റൂക്കിനെ കൊണ്ട് ചെക്ക് കൊടുക്കുക. ഇപ്പോൾ കിങ്ങിന് F7ലേക്ക് തന്നെ മാറേണ്ടി വരും. ഇപ്പോൾ ക്വീൻ വെച്ച് റൂക്കിനെ ഇട്ടാണെങ്കിൽ ബ്ലാക്കിനും കിങ് വെച്ച് റൂക്കിനെ ഇട്ടെടുക്കാം. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമില്ല. ആദ്യം റൂക്കിനെ F8ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ചെക്ക് കൊടുക്കുക. കിങ് എങ്ങോട്ടേനെ മാറിയാലും ഒരു ചെക്കോട് കൂടി ആ ക്വീനെ ഒട്ടിയെടുക്കാനും അതിനുശേഷം ആ റൂക്കിനെ കൂടെ ഒട്ടിയെടുക്കാനും അവസരം കിട്ടും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇങ്ങനൊരു ചെക്കിനും അതുപോലെ ഡിസ്കവർ അറ്റാക്കിനും സാധ്യതയുള്ളതുകൊണ്ട് ഡിഗ്ലറൻ ഇപ്പോൾ റൂക്ക് വെച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നില്ല. ആദ്യം റൂക്കിനെ ഈ ഫയലിൽ നിന്ന് മാറ്റാണ്. റൂക്കിനെ F8ലേക്ക് മൂവ് ചെയ്യുന്നു. ഗുഗേഷ് പ്ലാൻ ചെയ്ത പോലെ തന്നെ നൈറ്റിനെ D6ലേക്ക് കൊണ്ടുവന്ന് 3 പീസിലെ ഫോർക്ക് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് റൂക്കിനെ C7ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് നൈറ്റ് വെച്ച് ക്വീൻ ഇടണമെങ്കിൽ ബ്ലാക്കിനും റൂക്ക് വെച്ച് തിരിച്ചിട്ടുള്ള അവസരമുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആദ്യം ക്വീനെ മാറ്റാണ്. ക്വീനെ E5ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ F6ലേക്ക് കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്തില്ല. പകരം ക്വീനെ D5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നൈറ്റിനെ അങ്ങോട്ടേക്ക് കണ്ടുള്ളതുകൊണ്ട് റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ റൂക്കിന് ഇവിടേക്ക് കണ്ടുള്ളതുകൊണ്ട് ബിഷപ്പ് വെച്ചും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കിങ്ങിനെ മൂജിയാണ്. കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീന് ഈ B2 സ്കോറിലേക്ക് ഒരു കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് തന്നെ വൈറ്റ് 2 റൂക്കുകളെയും ഒരേ ഫയലിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം റൂക്കിനെ E5ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് അടുത്തൊരു എക്സ്ചേഞ്ച് ഓഫറാണ്. റൂക്കിനെ E7ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് അടുത്ത റൂക്കിനെ E1ലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ്. റൂക്ക് വെച്ച് റൂക്കിനോട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചോട്ടുന്നു. ഇവിടെ ബ്ലാക്ക് H6 മൂവ് ചെയ്യുന്നു. വൈറ്റ് ക്വീനെ C5ലേക്ക് കൊണ്ടുവന്ന് ബിഷപ്പിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ E4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ F4ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ E7ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം 7ാം നിരയിലേക്ക് ഒരു കൺട്രോളും കൊണ്ടുവരുന്നു. ഇവിടെ 40 മൂവുകൾ കംപ്ലീറ്റ് ആയതോടെ ഗുഗേഷിന് ടൈം ആഡായി കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ബിഷപ്പിനെ F5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കും 40 മൂവുകൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഗുഗേഷ് ആ നൈറ്റിനോട് സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ D4ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ നൈറ്റിന് സപ്പോർട്ടുമാണ്. അതുപോലെ ഇവിടെ ഒരു ചെക്ക്മേറ്റ് ഭീഷണിയും ഉണ്ട്. ബ്ലാക്ക് റൂക്കിനെ G8ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് H3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ C1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ F2ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചോട്ടുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. C3 മൂവ് കൊണ്ട് B2ലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് പോണോട്ടുന്നു. ബ്ലാക്ക് ക്വീന് വെച്ച് A3ലെ പോണിനെ എടുക്കുന്നു. ഇതോടെ ബ്ലാക്കിനോട് ഒരു പാസ്ഡ് പോൺ കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഇവിടെ ഒരു അറ്റാക്ക് വരുന്നതിന് മുമ്പായിട്ട് കിങ്ങിനെ അവിടെ നിന്ന് മാറ്റാണ്.
കിങ്ങിനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ C3യിലെ പോണിന് ക്വീൻ്റെ സപ്പോർട്ട് മാത്രമാണുള്ളത്. ബ്ലാക്ക് റൂക്കിനെ കൂടെ C8ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനൊരു അറ്റാക്ക് കൊണ്ടുവരികയാണെങ്കിൽ വൈറ്റിനും റൂക്കിനെ E6ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു അറ്റാക്കിന് ശ്രമിക്കാം. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ക്വീനെ B3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്കിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉള്ളതുകൊണ്ട് ബ്ലാക്കിന് ഇപ്പോഴും റൂക്കിനെ അങ്ങോട്ടെങ്കിൽ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് പാസ്റ്റ് പോണിനെ മുന്നോട്ടുകൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. A5 മൂവ് ചെയ്തുകൊണ്ട് പോണിനെ മുന്നോട്ടുകൊണ്ടുപോകുന്നു. വൈറ്റ് റൂക്കിനെ B7ലേക്ക് കൊണ്ടുവന്ന് അടുത്ത പോണിനെ ടാർഗറ്റ് ചെയ്യുന്നു. ഇവിടെ ഡിംഗ്ലറൻ ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫറാണ്. ക്വീനെ C4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഗുഗേഷ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് B5ലെ പോണിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ ബ്ലാക്കിനിവിടെ ഒരു പോൺ നഷ്ടമാകുമെന്ന് ഉറപ്പായി. ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ മുന്നോട്ടുണ്ടായാലും പോൺ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഒരു ക്വീൻ എക്സ്ചേഞ്ചിന് ഫോഴ്സ് ചെയ്തുകൊണ്ട് ആ പോണിനെ നേടിയെടുക്കാനും വൈറ്റിന് അവസരമുണ്ട്. അതോടെ ഈ പാസ്ഡ് പോൺ കൂടെ നഷ്ടമാകുന്നുള്ളതുകൊണ്ട് ഡിംഗ്ലറിൻ ഇപ്പോൾ ഈ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ C6ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ റൂക്ക് വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ പാസ്ഡ് പോണിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം കിട്ടും. എന്നാൽ ഗുഗേഷ് ഇവിടെ ആ പാസ്ഡ് പോണിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂക്ക് വെച്ച് പോൺ കിട്ടുന്നില്ല. പകരം ക്വീന് വെച്ച് പോൺ എടുത്തുകൊണ്ട് C4ലെ പോണിനെ തിരിച്ചു കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീന് വെച്ച് C3ലെ പോൺ എടുത്തുകൊണ്ട് A5ലെ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ C7ലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇനി എന്തായാലും ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. ഡിംഗ്ലറിൻ ഇവിടെ മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ക്വീനെ E1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ 3 സ്ക്വയറുകളാണുള്ളത്. കിങ് ഇപ്പോൾ ഈ 2 സ്ക്വയറിലേക്ക് എവിടെയെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ഈ ഗെയിമിൽ വ്യക്തമായ അഡ്വാൻറ്റേജ് കിട്ടും. അതായത് ഇപ്പോൾ കിങ് G4ലേക്ക് മാറുകയാണെങ്കിൽ ക്വീനെ G1ലേക്ക് കൊണ്ടുവന്ന് റൂക്കിനെതിരെയും G2ലെ പോണിനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അല്ലാതെ കിങ് F4ലേക്ക് മൂവ് ചെയ്താലും ആദ്യം റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കാം. കിങ് എങ്ങോട്ട് തന്നെ മാറിയാലും ക്വീന് വെച്ച് നേരത്തെ കണ്ട അറ്റാക്ക് തന്നെ വീണ്ടും കൊടുക്കാൻ കഴിയും. ഈ 2 വേരിയേഷനുകളിലും വൈറ്റ് റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുമ്പോൾ ഒരു ചെക്കോടുകൂടി ഈ പോൺ എടുക്കാനും തുടർച്ചയായ അറ്റാക്കുകൾക്ക് ശേഷം ബ്ലാക്കിന് വിജയിക്കാനും കഴിയും. എന്നാൽ ഗുഗേഷ് ഇവിടെ ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകളൊന്നും ചെയ്യുന്നില്ല. കൃത്യമായ മൂവ് തന്നെയാണ് ചെയ്യുന്നത്. കിങ്ങിനെ H2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വീണ്ടും ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. ക്വീനെ B4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇനി ഇങ്ങനെ ഒരു ചെക്ക് വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈറ്റ് ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീന് വെച്ച് ക്വീൻ ഇട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ബ്ലാക്ക് ഈ പാസ്ഡ് പോണിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് റൂക്കിനെ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് തന്നെ വൈറ്റ് ആ പോണിനെ അറ്റാക്ക് ചെയ്യാണ്. റൂക്കിനെ B7ലേക്ക് കൊണ്ടുവന്ന് പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇനി എങ്ങനെയൊക്കെയാലും ബ്ലാക്കിനെ ആ പോണിനെ സംരക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റൂക്കിനെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. റൂക്കിനെ A8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് റൂക്ക് വെച്ച് പോൺ എടുക്കുന്നു. ഇതോടെ എൻ്റെ ഗെയിമിൽ വൈറ്റിന് ഒരു പോൺ ലാഭം കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് റൂക്കിനെ A2ലേക്ക് കൊണ്ടുവന്ന് G2ലെ പോണിനെ പിൻ ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ G3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരികയാണ്. കിങ്ങിനെ H7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ B5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ 5ാം നിര പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നു. ബ്ലാക്ക് കിങ്ങിനെ G6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് F4 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് വരികയാണെങ്കിൽ വൈറ്റിനെ കിങ്ങിനെ G4ലേക്ക് മൂവ് ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുന്നില്ല. പകരം കിങ്ങിനെ F6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് കിങ്ങിനെ F3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ C1ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് G3 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G4ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ A3ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് H4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ C3ലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. വൈറ്റ് റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ആ കിങ്ങിന് മുന്നോട്ട് വരാൻ പറ്റില്ല. ബ്ലാക്ക് കിങ്ങിനെ F7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് F5 മൂവ് ചെയ്തുകൊണ്ട് ഈ 2 സ്കോറുകളിലൂടെ കൺട്രോൾ ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ഒരു പോൺ എക്സ്ചേഞ്ചിലൂടെ വൈറ്റിൻ്റെ ഈ പോൺ സ്ട്രക്ചർ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് H5 മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ കിങ് വെച്ച് പോൺ ഇടുകയാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് ഈ G3ലെ പോൺ എടുക്കാം. അതുകൊണ്ട് വൈറ്റ് അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. G3ലെ പോണിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കിങ്ങിനെ F4ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ F3ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്ക് വെച്ച് വീണ്ടും ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ F4ലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ മൂവുകൾ ആവർത്തിക്കപ്പെടുകയാണ്. ബ്ലാക്ക് വീണ്ടും റൂക്കിനെ C4ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ F4ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെ മൂവുകൾ ആവർത്തിക്കപ്പെട്ടതോടെ ഗെയിം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു. ഇതോടെ 14ാം റൗണ്ട് ശരിക്കും ഒരു ഫൈനലായി മാറിയിരിക്കുകയാണ്. ആ ഗെയിം വിജയിക്കുന്ന ആളിന് ലോക ചാമ്പ്യനാകാം എന്ന അവസ്ഥയാണ്. ഇന്ന് ക്ലാസിക്കൽ റൗണ്ടിലെ അവസാന ഗെയിം ആയതുകൊണ്ട് തന്നെ എത്ര വൈകിയാലും ആ ഗെയിം ഇന്ന് തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ആ ഗെയിമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.